ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് ഇഡ്ഡലിയുടെയും ദോശയുടെയും കൂടെ കൂട്ടാൻ പറ്റിയ നല്ലൊരു കറിയുടെ റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. സവോളയും തക്കാളിയും കുറച്ച് മല്ലിയിലയും ഉണ്ടെങ്കിൽ ഈ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ കറി ഉണ്ടാക്കിയെടുക്കാം. ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കുക. നല്ലൊരു കറിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് കാണാം. ഒരു കുക്കറിലേക്ക് ഇതുപോലെ ഒരു 2 സവോള ഇങ്ങനെ കഷ്ണങ്ങളാക്കി ഇടാം. പിന്നെ 2 നല്ല വലിയ പഴുത്ത തക്കാളിയാണ്, അതും ഒരു 8-10 അല്ലി വെളുത്തുള്ളിയും കുറച്ചധികം മല്ലിയില വേണം. ആ മല്ലിയിലയാണ് ഇതിൻ്റെ ടേസ്റ്റ്, അപ്പോൾ മല്ലിയില തീർച്ചയായിട്ടും ഇടണം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂണോളം കായം വറുത്ത് പൊടിച്ചതും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് ഇതുപോലെ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ പച്ചമുളക് ഇടാൻ വിട്ടുപോയായിരുന്നു. ഒരു 4 പച്ചമുളകും കൂടി ഇതുപോലെ ഒന്ന് കീറി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് വെള്ളവും 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. വെള്ളവും കൂടി ഒഴിച്ച ശേഷം എല്ലാം നന്നായിട്ട് കൂട്ടി ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് കുക്കർ മൂടി വെച്ചിട്ട് ഒരു 2 വിസിൽ വരുന്നത്, അതായത് ഇത് നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വരണം. 1-2 വിസിൽ മതി. ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. ഒട്ടും കഷ്ണങ്ങളില്ലാതെ ഈ രീതിയിൽ നന്നായിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കണം. ഇപ്പോൾ ഈ രീതിയിൽ നല്ലതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും കഷ്ണങ്ങളൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇത് ഉടച്ചെടുക്കണം. അപ്പോഴാണ് ഈ ഒരു കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് താളിച്ചൊഴിക്കണം. അതിനായിട്ട് ഇതുപോലെ ഒരു പാത്രം വെച്ച് കൊടുത്ത് പാത്രം ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ കടുകും പിന്നെ ഇനി ഇതിലേക്ക് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നില്ല. 2-3 വറ്റൽമുളകും കൂടി ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇനി അതൊന്ന് മൂത്ത് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയ ശേഷം ഇതുപോലെ 1 ടീസ്പൂൺ സാമ്പാർ പൗഡറും കൂടി ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ആക്കിയ ശേഷം വേണം ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. എന്നിട്ട് ഇനി ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല അടിപൊളി കറിയാണ്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. വല്ലാതെ കട്ടിക്ക് ഇരിക്കുകയാണെങ്കിൽ കുറച്ച് തിളച്ച വെള്ളമൊന്ന് ഒഴിച്ചാൽ മതി. ഇത് ഈ പാകത്തിനാണ്. ഇഡ്ഡലിയുടെ കൂടെയാണ് ഇത് ഏറ്റവും സൂപ്പർ. ദോശയുടെ കൂടെ കൂട്ടാനും നല്ലൊരു കറിയാണ്. ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ്. പരിപ്പൊക്കെ കൂട്ടിയ വയറിന് ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ രീതിയിൽ ഉണ്ടാക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. നല്ല രുചിയുമാണ്. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഒരു പ്രാവശ്യം നിങ്ങൾ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനൊക്കെ ഓർക്കണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക്